നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മുൻ മന്ത്രി ശ്രീ AK ശശീന്ദ്രനാണ് ഇന്ന് അതിഥി. സ്വാഗതം. നമസ്കാരം. താങ്കൾക്കെതിരെ വാർത്ത കൊടുത്ത ചാനൽ ഇത് ഒരു കെണിയാണ് എന്ന് സംബന്ധിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. താങ്കൾക്കുണ്ടായ ആഘാതം, വേദന അതുകൊണ്ടില്ലാതാകുന്നുണ്ടോ? അതുകൊണ്ടുണ്ടായ ആഘാതവും വേദനയും സ്വാഭാവികമാണല്ലോ. ഞാനൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ അതീതനുമല്ല. അത് സ്വാഭാവികമായും അതുണ്ട്. ഈ പ്രശ്നത്തിൽ എന്നെക്കാളേറെ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നത് പൊതുസമൂഹമാണ്. പൊതുസമൂഹമെന്ന് പൊതുവെ പറഞ്ഞാൽ പോരാ. മാധ്യമലോകം, വിശേഷിച്ചും വനിതാ മാധ്യമപ്രവർത്തകർ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാം അടങ്ങുന്ന ഒരു വിശാല പൊതുസമൂഹമാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. ആ സമൂഹത്തിൻ്റെ ജാഗ്രതയാണ് ഇത്തരമൊരു നിലപാടെടുക്കാൻ ആ ചാനലിനെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. അത് പക്ഷേ താങ്കളോടുള്ള സ്നേഹം കൊണ്ടാണോ? അതിനേക്കാൾ ഉപരി അങ്ങേയറ്റം അനാശാസ്യമായ ഒരു പ്രവണത മാധ്യമരംഗത്തുണ്ട്, ഉണ്ടായി, അത് ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന അർത്ഥത്തിലുള്ള പ്രതിരോധമാണ്. നല്ല വിചാരം കൊണ്ടാണ് എന്ന് കരുതുന്നതല്ലേ നല്ലത്? താങ്കൾ ഈ വിവാദം ഉണ്ടായ ആ ദിവസം തന്നെ 4 മണിക്കൂറിനുള്ളിൽ രാജിവെക്കാനുള്ള തീരുമാനം അറിയിക്കുകയും രാജിവെക്കുകയും ചെയ്തു. രാജിവെക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ടോ? ഒരു ഘട്ടത്തിലും തോന്നിയിട്ടില്ല. രാജിവെക്കാനെടുത്ത തീരുമാനമാണ് ഏറ്റവും ശരിയായ തീരുമാനമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. താങ്കളോട് രാജിവെക്കണം എന്ന് ആ മണിക്കൂറുകളിൽ തന്നെ മുഖ്യമന്ത്രിയും മുന്നണിയും പാർട്ടിയും ആവശ്യപ്പെട്ടിരുന്നു. ആ തരത്തിലുള്ള ഒരു പ്രേരണയും ആരും എന്നിൽ ചെലുത്തിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. താങ്കൾ രാജിവെച്ചതിന് ശേഷം തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കാൻ താങ്കളുടെ പാർട്ടി തീരുമാനിക്കുകയും മുന്നണി അത് അംഗീകരിക്കുകയും ചെയ്തു. ആ കാര്യത്തിൽ താങ്കളുടെ 100% പിന്തുണയുണ്ടോ? ഒരു സംശയത്തിനും അവകാശമില്ല. യുക്തിസഹമായി ആലോചിച്ചാലും അതിൻ്റെ ഒരു പ്രശ്നമില്ല. കാരണം ഞാനൊഴിഞ്ഞ സ്ഥാനത്ത് എൻ്റെ പിൻഗാമിയായി വരാൻ തോമസ് ചാണ്ടി മാത്രമേ ഉള്ളൂ. അതൊരു സ്വാഭാവികമായ മന്ത്രിസഭാ പ്രവേശനമാണ്. ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള മന്ത്രിസഭാ പ്രവേശനമല്ല. പാർട്ടിക്ക് 2 MLA-മാരേ ഉള്ളൂ. ആ 2 MLA ഒരു MLA മന്ത്രി അല്ലാതായാൽ പാർട്ടിക്ക് അവകാശപ്പെട്ട മന്ത്രിസ്ഥാനത്തിന് ഒരു അവകാശവാദം ആരും ഉന്നയിക്കേണ്ട കാര്യം പോലുമില്ല. അല്ല, അക്കാര്യത്തിൽ താങ്കളോട് നീതികേട് കാണിച്ചിട്ടുണ്ടോ? ജുഡീഷ്യൽ അന്വേഷണത്തിന് 3 മാസത്തെ സമയപരിധിയാണ് ഉള്ളത്. ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട് എന്ന് വെളിപ്പെട്ട് കഴിഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം താങ്കൾക്ക് തന്നെ മന്ത്രിയാകാം എന്ന ഒരു താല്പര്യമില്ലേ? ഇനിയൊരു മന്ത്രിയാവുക എന്നതിനെക്കുറിച്ച് എനിക്കൊരു സങ്കല്പമില്ല. മറ്റൊന്ന്, ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ 1 മാസം കൊണ്ട് തീരാം, 2 മാസം കൊണ്ട് തീരാം, 3 മാസം കൊണ്ട് തീരാം, ചിലപ്പോൾ നീണ്ടുപോവുകയും ചെയ്യാം. അത് നമ്മൾ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു പാരമ്പര്യം നിശ്ചയിച്ച കാലാവധിക്ക് അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. അതിനർത്ഥം അവിടെ ഒരു അനിശ്ചിതത്വമുണ്ട് എന്നാണ്. ആ അനിശ്ചിതത്വം തീരുന്നതുവരെ NCP എന്ന പാർട്ടിക്ക് കേരളത്തിൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാവുകയില്ല. അത് പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം LDF-ലെ എല്ലാ ഘടകകക്ഷികളും മന്ത്രിസഭയിൽ അംഗങ്ങളായി തുടരുക, NCP മാത്രം മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരവസ്ഥ തുടരുക, അതിന് എനിക്കൊരു വഴിയൊരുക്കാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായി അത് മാറുക എന്ന് പറയുന്നത് എത്രമാത്രം യുക്തിക്ക് നിരക്കുന്നതാണ്. അങ്ങനെ കാത്തിരിക്കണമെന്ന് പ്രവർത്തകന്മാരോട് പറയാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ. അതാണ് അതിന് കാരണം. ഈ വിവാദമുണ്ടായപ്പോൾ പാർട്ടിയോ മുന്നണിയോ മുഖ്യമന്ത്രിയോ താങ്കളോട് നീതികേട് കാണിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലും തോന്നിയിട്ടില്ല. അങ്ങേയറ്റം സൗഹാർദ്ദപരവും അങ്ങേയറ്റം ശക്തിയായ പിന്തുണയുമാണ് എനിക്ക് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ വിവാദം 11 മണിക്കുണ്ടാകുന്നു. 1:15 മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണമല്ലേ താങ്കളുടെ രാജി അന്ന് തന്നെ അനിവാര്യമാക്കിയത്? ഞാനിത് പഠിച്ച ശേഷം പറയാമെന്നോ അന്വേഷണത്തിന് ശേഷം പറയാമെന്നോ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എങ്കിൽ താങ്കളെ സംബന്ധിച്ചത് ആശ്വാസമാകുമായിരുന്നില്ല? അല്ല, എനിക്ക് അനിഷ്ടം തോന്നുന്ന ഒരു കാര്യവും മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ. കാരണം സംഭവം അറിഞ്ഞ ഉടനെ ഞാനാണ് ആദ്യം മുഖ്യമന്ത്രിയെ വിളിക്കുന്നത്.
അദ്ദേഹം എൻ്റെ അഭിപ്രായം ചോദിച്ചു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ശശീന്ദ്രന് അതാണ് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശരിയായ തീരുമാനം ശശീന്ദ്രൻ എടുക്കുക എന്നെന്നോട് പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഞാനുമായി സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഞാൻ തന്നെ ആവശ്യപ്പെടുകയാണ്, സമഗ്രമായ ഒരു അന്വേഷണം വേണം. ആ അന്വേഷണ സമയത്ത് മാറി നിൽക്കുന്നതാണ് നല്ലത്. രാജിവെക്കുക എന്നുള്ളത് സ്വാഭാവികമായും ചെയ്യേണ്ടതാണ്, അത് ധാർമ്മികതയുടെ പ്രശ്നമാണ്. പക്ഷേ രാജിവെച്ചതിന് ശേഷവും രാജിവെക്കുന്ന നിമിഷവുമൊക്കെ താങ്കൾ ട്രാപ്ഡാണ് എന്ന് താങ്കൾക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒരു പോരാട്ടത്തിന് താങ്കൾ തയ്യാറെടുക്കാത്തത്? എന്തുകൊണ്ട് ഇതൊരു നിയമപ്രശ്നമാക്കി മാറ്റണം, കേസാക്കണം എന്ന് താങ്കൾ ചിന്തിച്ചില്ല? അല്ല, അതെല്ലാം ഘട്ടം ഘട്ടമായി ചെയ്യേണ്ട കാര്യമാണ്. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ആദ്യം പോയത് എൻ്റെ സംരക്ഷണത്തെക്കുറിച്ചല്ല. എനിക്ക് ഞാൻ എങ്ങനെ ഒരു പ്രതിരോധം തീർക്കുമെന്നല്ല ഞാൻ ആലോചിച്ചത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ മുന്നണിയുടെയും എൻ്റെ പാർട്ടിയുടെയും പ്രശ്നമാണ്. ഒരു മന്ത്രിസഭാ അംഗത്തോടാണ് ഇങ്ങനൊരു ക്രൈം നടന്നിട്ടുള്ളത്. അത് ക്രൈമാണ് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് വ്യക്തമാകുന്നതിന് മുൻപ് അങ്ങേക്കത് വ്യക്തമാണ്. അതൊരു രണ്ടാം പാർട്ടാണല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ കാണാം. ഒന്ന് ഞാൻ, രണ്ട് മുന്നണി പാർട്ടി, അല്ലെങ്കിൽ ഒന്ന് പാർട്ടി മുന്നണി, രണ്ട് ഞാൻ ആദ്യം എടുത്തത് എന്നെ രണ്ടാമനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് സെക്കൻഡ് പാർട്ടാണ്. ഈ നടന്ന സംഭവത്തെക്കുറിച്ച് അങ്ങേക്കൊരു പരാതി ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രശ്നത്തിൽ പരാതിക്കാരനില്ലാത്തതുകൊണ്ട്. പരാതിക്കാരില്ലാത്ത ഒരു പ്രശ്നമാണ്. താങ്കളെ വലിച്ചിഴച്ചു. അത്യധികം ഹീനമായ ഒരു ആരോപണം താങ്കളെ കുറിച്ച് ഉന്നയിച്ചു. സ്വാഭാവികമായും താങ്കൾക്ക് അതിലൊരു പരാതി വേണം. ഏത് അന്വേഷണമാണ് സർക്കാർ ഏർപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ബന്ധപ്പെട്ട് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ഏത് ഘട്ടത്തിൽ എന്താണ് വേണ്ടത് എന്നാലോചിച്ച് തീരുമാനിക്കാം. കാരണം ഞാൻ നിയമപരിജ്ഞാനം വേണ്ടത്രയുള്ളൊരു ആളല്ല ഞാൻ. ഈ സംഭവം നടന്ന് 5 ദിവസം കഴിഞ്ഞാണ് ഒരു കേസ് എടുക്കപ്പെട്ടത്. അത് വനിതാ മാധ്യമ പ്രവർത്തകർ കൊടുത്ത പരാതിയിലാണ്. അങ്ങനെ കേസെടുത്തതോടുകൂടിയാണ്, അല്ലെങ്കിൽ കേസെടുക്കാൻ ഒരുങ്ങുന്നതോടുകൂടിയാണ് ആ മാധ്യമം ഇന്നതാണ് സംഭവിച്ചത് എന്ന് വിശദീകരിച്ചത്. അപ്പോൾ നേരത്തെ ധൈര്യപൂർവ്വമുള്ള ഒരു സമീപനം അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ 5 ദിവസം കാത്തു നിൽക്കാതെ ഒരുപക്ഷെ ഇതിന് മുൻപ് തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തപ്പെടില്ലായിരുന്നു. അത് ആപേക്ഷിക. കാരണം ഓരോ ഘട്ടത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകും. അല്ലാതെ അത് വേണ്ടാന്ന് വെച്ചതുകൊണ്ടോ വേണമെന്ന് വെച്ചതുകൊണ്ടോ അല്ല, ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകും. നമ്മൾ ഒരു കാര്യത്തെ വിശകലനം ചെയ്യുന്ന രീതിക്കനുസരിച്ചിരിക്കും അത്. ഞാനത് നോക്കിയത് അന്വേഷണവും കേസും കാര്യങ്ങളുമൊക്കെ ഗവൺമെൻറ് ചെയ്യട്ടെ. ഞാനൊരു മാധ്യമ സ്ഥാപനത്തിനെതിരെ പരാതി കൊടുക്കണമോ? കാരണം ഇതൊരു മാധ്യമ സ്ഥാപനമാണ്. തെറ്റ് ചെയ്ത സ്ഥാപനമായാലും ശരി ചെയ്ത സ്ഥാപനമായാലും ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു കേസ് കൊടുക്കേണ്ടതുണ്ടോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ. അത് വേണമോ വേണ്ടയോ? കാരണം നമ്മൾ സ്വീകരിച്ചു പോകുന്നൊരു നിലപാടിനനുസരിച്ച് മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നത്, ഒരുപക്ഷെ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാതിരുന്നതാണ് മാധ്യമലോകം എനിക്ക് നൽകിയ പിന്തുണയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് ഞാൻ കരുതുന്നു. കേസ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ മാധ്യമങ്ങൾക്കെതിരെയുള്ളൊരു കേസായി ഞാനതിനെ ഒരു മാധ്യമത്തിനെതിരെയുള്ളൊരു പ്രത്യാക്രമണമായി അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയത്. താങ്കൾ ചോദിച്ച പോലെ ഒരു മറുയുക്തിയും അതിനുണ്ട്. ഞാൻ ആ യുക്തിയെ നിഷേധിക്കുകയല്ല. മാധ്യമങ്ങൾ ഒരു നിലപാടെടുത്തതിന് കാരണം മാധ്യമ പ്രവർത്തനം ഈ നിലയ്ക്ക് മോശമായി പോകരുത് എന്ന മാധ്യമ പ്രവർത്തകരുടെ നിർബന്ധ ബുദ്ധിയാണ്. അവരുടെ പ്രൊഫഷൻ അങ്ങനെയായി പോകരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് മാധ്യമ പ്രവർത്തകർ ഫൈറ്റ് ചെയ്തു. ഞാൻ ചോദിച്ചത് താങ്കൾ എന്താണ് ഫൈറ്റ് ചെയ്യാത്തത് എന്നാണ്. എനിക്കൊരു ഫൈറ്റിംഗ് മൂഡ് ആരോടും ഇല്ലല്ലോ, അത് നിങ്ങൾക്കെല്ലാം അറിയില്ലേ. ഞാൻ എല്ലാവരോടും എനിക്ക് ശത്രുക്കളില്ല എന്നതാണ് എൻ്റെ എല്ലാ കാലത്തെയും നിലപാട്. അധാർമികത ഈ പ്രൊഫഷനിൽ ഉണ്ടാകരുത് എന്ന് ഈ രംഗത്തുള്ള ആളുകൾക്ക് ഒരു നിലപാടുണ്ടാകും, വാശിയുണ്ടാകും. അവർ ആ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് പക്ഷേ വ്യക്തിപരമായി താങ്കളുടെ കാര്യം ഫൈറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വമില്ലേ? അതില്ലാതെ തന്നെ കാര്യങ്ങൾ തെളിഞ്ഞല്ലോ. അത് നിങ്ങൾ എന്നോട് കാണിച്ച നന്മയുടെയോ എൻ്റെ ജീവിതത്തിൻ്റെ നന്മയായിരിക്കും. ഞാൻ അങ്ങനെയാണ് അതിനെടുക്കുന്നത്. അല്ലാതെ തന്നെ തെളിഞ്ഞില്ലേ? ഒരു കേസ് കൊടുക്കാതെയും പരാതി കൊടുക്കാതെയും വസ്തുത തെളിഞ്ഞില്ലേ? സമാനമായ ഏതെങ്കിലും ഒരു സംഭവം ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടുണ്ടോ? 4-5 ദിവസത്തിനകം വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? അത് ഞാൻ കരുതുന്നത് ഞാൻ വെച്ച് പുലർത്തുന്ന സൗമ്യതയുടെ എനിക്ക് കിട്ടിയ സമ്മാനമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. അല്ല, ഇനി സൗമ്യനല്ലാത്ത ഒരാളാണ് ഈ കാര്യത്തിൽ എതിർവശത്ത് നിൽക്കുന്നത് എങ്കിലും വളരെ അധാർമികമായ ഒരു കാര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അതിനെതിരെ ഒരു പ്രതിഷേധം ഉയർന്നു വരിക. അല്ല, ചിലപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കേസും കൊടുക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ആരോടും പ്രതികാരം ഇപ്പോഴും എന്നോട് നീതിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. താങ്കൾ അതിൽ നിന്ന് പിൻവാങ്ങിയത് എന്ത്? താങ്കൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അധീരനായി തുടങ്ങിയവയൊക്കെ വിഷയങ്ങൾ. അല്ല, ഞാൻ പിൻവാങ്ങിയിട്ടില്ലല്ലോ. എൻ്റെ പ്രശ്നം ജനങ്ങൾ ഏറ്റെടുത്തോടുകൂടി ഞാനത് ജനങ്ങൾക്കല്ലേ വിട്ടുകൊടുത്തത്. എൻ്റെ പ്രശ്നം ജനങ്ങളാണ് ഏറ്റെടുത്തത്. അല്ലാതെ താങ്കളുടെ പ്രശ്നമായി ഏറ്റെടുത്തതല്ല. അല്ല,
പക്ഷേ ആ പ്രശ്നം താങ്കളിപ്പോൾ ഇവിടെ ഉന്നയിച്ച പ്രശ്നം ആണ് കേസ് കൊടുക്കേണ്ട പ്രശ്നം. അതെ, ആ പ്രശ്നം ഇവിടെ ആരും പരാതിപ്പെടാതെയും ഒരു ഹർജി കൊടുക്കാതെയും സമൂഹം ഏറ്റെടുത്തു. അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്നും നടന്നുകൂടാ എന്ന ഉത്തമബോധ്യം സമൂഹത്തിനുള്ളത് കൊണ്ടാണ്. അതാണല്ലോ വേണ്ടത്. ഞാൻ പറഞ്ഞത് വേണ്ടത് എന്താണ്? ഇത്തരം സംഭവങ്ങളിലൂടെ സമൂഹം തിരിച്ചറിയേണ്ടതും സമൂഹം ജാഗ്രത പാലിക്കേണ്ടതും ശശീന്ദ്രൻ എന്ന വ്യക്തിയുടെ പ്രശ്നമല്ലല്ലോ. അല്ല, അത് സമൂഹത്തിന്റെ പ്രശ്നം. സമൂഹം അത് ചെയ്യുന്നുണ്ട്. താങ്കൾ എന്ന വ്യക്തിക്ക് സ്വാഭാവികമായും സമൂഹത്തിന് കിട്ടുന്ന ആ ഒരു നന്മയുടെ നീതി ആർക്കാ കിട്ടുക? എനിക്ക് നീതി. അപ്പോൾ എനിക്ക് സ്വാഭാവികമായ നീതി കിട്ടും. അല്ല, അതിൽ എന്ന ശുഭപ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതിൽ സമൂഹം ചെയ്യേണ്ടത് ചെയ്തു. താങ്കളുടെ സ്വകാര്യത ഭഞ്ചിക്കപ്പെട്ടതിൽ, താങ്കളെ ചതിയിൽപ്പെടുത്തിയതിൽ, താങ്കളെ കെണിയിൽ വീഴ്ത്തപ്പെട്ടതിലൊക്കെ താങ്കൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണമല്ലോ. അല്ല, ഞാൻ ഫൈറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം നടന്നല്ലോ. പ്രശ്നം റിസൾട്ടാണല്ലോ. എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത് വഴി മാത്രമല്ലല്ലോ, റിസൾട്ട് ഒരു പ്രശ്നമല്ലേ. അത് പല വഴിയിലൂടെ സഞ്ചരിക്കാം. അതിൽ ഞാൻ സഞ്ചരിച്ചത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആണ് ഞാൻ സഞ്ചരിച്ചത്. താങ്കൾ രാജിവെച്ചു, ഒരു പോരാട്ടത്തിന് സന്നദ്ധനായില്ല എന്നുള്ളത് താങ്കൾക്കൊരു തെറ്റുപറ്റി എന്ന സ്വയം ബോധ്യത്തിൽ നിന്നാണ്? അല്ല, ഒരു നിയമപോരാട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സാമൂഹിക പശ്ചാത്തലം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാമൂഹിക പശ്ചാത്തലം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ കാര്യത്തിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്? തീർച്ചയായും നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2011 നിയമസഭാ ഗേറ്റിൻ്റെ സമീപത്ത് വെച്ച് ടി വി രാജേഷിനോട് നമ്മളെല്ലാം പൊതുപ്രവർത്തകരല്ലേ എന്ന് താങ്കൾ പറയുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. പൊതുപ്രവർത്തകനാണ് എന്നൊരു നിമിഷം താങ്കൾ മറന്നുപോയോ? പൊതുപ്രവർത്തകനാണെന്നത് മറന്നുകൊണ്ടല്ല, പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം ആരോടാണ് എന്നാണ് ഞാൻ ആലോചിച്ചത്. പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം പൊതുപ്രവർത്തകനോടല്ല, മറ്റുള്ളവരോടാണ്. രാജേഷിനോട് ഞാനൊന്ന് ഉപദേശിച്ചതും അത് തന്നെയാണ്. മറ്റുള്ളവരോടാണ് നമുക്ക് ഉത്തരവാദിത്വമുള്ളത്, സമൂഹത്തോടാണ് നമുക്ക് ഉത്തരവാദിത്വമുള്ളത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനാണ് ഞാൻ മുൻഗണന നൽകിയത്. കാര്യത്തിലൊരു ജാഗ്രത കുറവ് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലേ? ഏത് കാര്യത്തിൽ? ഒരു പൊതുപ്രവർത്തകൻ നയിക്കേണ്ട വ്യക്തിപരമായ സംശുദ്ധിയുടെ കാര്യത്തിൽ? അല്ല, പാളിച്ചകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പാളിച്ചകൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഈ സംഭവം എനിക്കത് കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്നതിനെ കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് എനിക്കിപ്പം കിട്ടിയിട്ടുണ്ടല്ലോ. ആ മുന്നറിയിപ്പ് ഞാൻ കണക്കിലെടുത്തുകൊണ്ടല്ലേ പ്രവർത്തിക്കേണ്ടത്. തുടർന്നുള്ള ജീവിതത്തിന് അതൊരു പാഠമാണ്. എല്ലാ അനുഭവങ്ങളും ജീവിതത്തിനൊരു പാഠമാണല്ലോ. അനുഭവങ്ങളല്ലേ നമ്മുടെ അധ്യാപകൻ. അധാർമികമായ ഒരു കെണിയിൽ പക്ഷേ താങ്കൾ വീഴാൻ പാടുണ്ടായിരുന്നു? ആരും കെണിയിൽ വീഴാൻ പാടില്ലല്ലോ. അതൊക്കെ ഇനി പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. കെണിയിൽ ഞാൻ വീണിട്ടുണ്ടോ ഇല്ലേ? അവർ തന്നെ പറഞ്ഞല്ലോ അതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പ് എന്ന സാങ്കേതിക അർത്ഥത്തിൽ ഞാൻ വിട്ടിട്ടുണ്ട് എന്നല്ലാതെ അതിലെ മറ്റു കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് ഇനി അറിയാനിരിക്കുന്നല്ലേ ഉള്ളൂ. അതെ, ആ ട്രാപ്പ് എന്നത് ഒരുക്കി വെച്ച് കാത്തിരിക്കുമ്പോൾ അതിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത ഇത്രയും കാലത്തെ പൊതുജീവിതമുള്ള താങ്കളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? അവിടെ ഒരു ചെറിയ വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നെ സമീപിക്കുന്ന ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാനാണ് എന്ന കണ്ണോടുകൂടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ കാണേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. സമീപിക്കുന്നവർ സത്യസന്ധമായി ഉള്ള കാര്യം ആണ്. എന്നെക്കാൾ സത്യസന്ധരും വിശുദ്ധിയുള്ളവരുമാണ് എന്നെ കാണാൻ വരുന്നവർ എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിട്ടുള്ളത്. താങ്കളെ സമീപിക്കുന്നവരിൽ അസ്വാഭാവികമായ പെരുമാറ്റമുണ്ടായാൽ സ്വാഭാവികമായും ഇത്രയും വർഷത്തെ പൊതുജീവിതമുള്ള താങ്കൾ അത് ശ്രദ്ധിക്കണ്ടേ, കരുതേണ്ടേ? അല്ല, ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ കരുതേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് ശ്രദ്ധിക്കേണ്ടതില്ല എന്ന ഉത്തരം ഉണ്ടാവുകയില്ല. ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ആ ചോദ്യം ആ ചോദ്യം തന്നെയാണ് ഉത്തരം. ആ സ്ഥാപനം തന്നെ ഒരു മാധ്യമപ്രവർത്തകയാണ് താങ്കളെ വിളിച്ചത് എന്ന് വിശദീകരിക്കുകയുണ്ടായി. ആ മാധ്യമപ്രവർത്തക ഇപ്പോൾ വലിയ തോതിലുള്ള വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് വ്യക്തിപരമായി ആ മാധ്യമപ്രവർത്തകയോടാണോ ഇക്കാര്യത്തിലെ ദേഷ്യം? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരോടും ദേഷ്യമില്ല.
എനിക്കാരോടും ദേഷ്യമില്ല. അങ്ങനെ ദേഷ്യപ്പെടുന്നൊരു പ്രകൃതമല്ല എനിക്ക്. പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് സർക്കാരിൻ്റെ തന്നെ പത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ദേശാഭിമാനി തന്നെ റിപ്പോർട്ട് ചെയ്തത് താങ്കളെ കാണാൻ പലവട്ടം താങ്കളുടെ ഓഫീസിൽ ഈ പെൺകുട്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സമാനമായ ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ജാഗ്രതക്കുറവുണ്ടായി എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശിക്കപ്പെട്ടതാണ്. അങ്ങനെ ഒരു പാഠം തൊട്ടു മുൻപിലുള്ളപ്പോഴും എന്തുകൊണ്ട് എങ്ങനെ ഇത് സംഭവിച്ചു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മാധ്യമപ്രവർത്തകന്മാർ എപ്പോഴും എന്നെ കാണാൻ വരാറുണ്ടല്ലോ. അവർക്ക് ഒരു വിലക്ക് കൽപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അത്രയേ ഉള്ളൂ. അല്ല, അതല്ല പ്രശ്നം. മാധ്യമപ്രവർത്തകർ വരും, അത് അവരുടെ ജോലിക്കാണ്. അതല്ലാതെ മാധ്യമപ്രവർത്തകരുടെ ജീവിത ദുരിതം മന്ത്രിയോടാണോ പങ്കുവെക്കേണ്ടത്? അതൊക്കെ ആ പത്രത്തിൽ വന്ന വാർത്തകളല്ലേ, അതിനെപ്പറ്റി ഇപ്പം ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊരു പ്രവർത്തകയാണ് എന്ന് സംബന്ധിച്ച് ഇന്നലെ വന്ന വാർത്തകളോട് ഞാൻ പ്രതികരിക്കുന്നില്ല. അല്ല, അവർ അഡ്മിറ്റ് ചെയ്തു ആ സ്ഥാപനം മംഗളം എന്ന്. അത് ആ അഡ്മിഷനോടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടും ഇപ്പോൾ പ്രതികരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ആളുകളെ അന്ധമായി വിശ്വസിച്ചു പോയതിലാണോ താങ്കൾക്ക് പിഴവ് പറ്റിയത്? അന്ധമായി വിശ്വസിക്കുന്നത് തെറ്റാണോ? ഞാനത് ചോദിക്കുകയാണ്. മനുഷ്യനെ വിശ്വസിക്കുന്നത് തെറ്റാണോ? ആ വിശ്വാസത്തിൽ ഒരു യുക്തി വേണ്ടേ? വിശ്വാസത്തിന് യുക്തിയില്ല. ഒരു വിശ്വാസത്തിനും അതൊരു വിശ്വാസം മാത്രമാണ്. ഏത് വിശ്വാസം അങ്ങനെയാണ്? താങ്കൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. ആയിക്കോട്ടെ, മന്ത്രിയായാലും പാമരനായാലും പൗരനായാലും വിശ്വസിക്കുന്നത് മനുഷ്യരെയാണ് വിശ്വസിച്ചത്. പക്ഷെ യുക്തിരഹിതമായി ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ്റെ പ്രവൃത്തികളെ വിശ്വസിക്കുക എന്ന് വരുമ്പോൾ ചതിക്കപ്പെടാനുള്ള സാധ്യത അതിൽ വളരെയധികമുണ്ട്. അല്ല, യുക്തിരഹിതമായി വിശ്വസിക്കുക എന്നൊരു ലിങ്കേജ് അതിനില്ല. വിശ്വാസത്തിന് യുക്തിയില്ല എന്നിടന്ന് തുടങ്ങണം. വിശ്വാസമാണ്. പിന്നെ നമ്മളെന്ത് ചെയ്യണം? ആരെയും വിശ്വസിക്കരുത്. മന്ത്രിയുടെ മുമ്പാകെ വരുന്ന ആരെയും ഒരു ഇരുമ്പ് മറ വെച്ച് അങ്ങനെ പരിഗണിക്കാവൂ എന്ന ഒരു മന്ത്രിയാവണ്ട. നമ്മൾ വ്യക്തികൾ. അഭിലാഷ് ഇപ്പം എന്നോട് സംസാരിക്കുന്നു. ഞാൻ അഭിലാഷിനോട് തുറന്ന് സംസാരിക്കുന്നത് അഭിലാഷ് എന്നെ ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് വേറെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം വെച്ചാണ് എന്ന് ധരിക്കാൻ എനിക്ക് പറ്റുമോ? അല്ല, ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് നമ്മുടെ ഒരു സാമാന്യ ബോധത്താൽ ചിന്തിക്കില്ലേ? അല്ല, അങ്ങനെ ചിന്തിക്കണമായിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഇത് വെച്ചല്ല ആരോട് ഞാൻ സംസാരിച്ചത്. ഈ പറയുന്ന പ്രത്യേക കക്ഷിയോടൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാണാൻ വന്നവരോടെല്ലാം പരമാവധി സൗഹൃദത്തിലും ഏറ്റവും അടുത്ത കൂട്ടുകാർ എന്ന നിലക്കും ആണ് ഞാനിതുവരെ പെരുമാറിപ്പോന്നിട്ടുള്ളത് എല്ലാവരോടും. അത് എല്ലാവർക്കും അറിയുന്ന. അങ്ങനെ പെരുമാറുന്നതുകൊണ്ടാണ് സമൂഹം എന്നോട് സ്നേഹം കാണിച്ചത്. അല്ല, അങ്ങനെ ബാരിയറില്ലാതെ പെരുമാറേണ്ട ആളാണോ പൊതുപ്രവർത്തകൻ? അങ്ങനെ യാതൊരു തരത്തിലുള്ള വേലിക്കെട്ടുകളും ഇല്ലാതെ ഇടപഴകേണ്ട ആളാണോ പൊതുപ്രവർത്തകൻ, ഒരു സംസ്ഥാനത്തെ മന്ത്രി? അതിനാണ് ഞാൻ വീണ്ടും എൻ്റെ ചോദ്യം ചോദിക്കുന്നത്. വിശ്വസിക്കുന്നത് അപരാധമായി മാറുന്ന ഒരു കാലമായി നമ്മുടെ കാലം മാറിയോ? അതെ, ചതിക്കുഴികൾ ഉണ്ടായേക്കാം. അതിൽ വീണു പോകുന്നത് ഒരു മനുഷ്യൻ്റെ ദൗർബല്യമായി കൂടി കാണണ്ടേ? കുഴികളിൽ വീഴാതെ നോക്കണമെന്ന നിങ്ങളുടെ നിഗമനം ശരിയാണ്. പക്ഷേ ഞാൻ ആരോടും ചെയ്തത് ഞാൻ പെരുമാറുക എൻ്റെ ഈ സ്വഭാവ വിശേഷത്തിൽ ഇങ്ങനെ വിശ്വസിക്കുന്നത് അമിതമായി ആരെയും വിശ്വസിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് താങ്കൾ എനിക്ക് നൽകുന്നതെങ്കിൽ ആ ഉപദേശം എനിക്ക് സ്വീകാര്യമാണ്. താങ്കളുടെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ, നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴെങ്കിലും? ഇല്ല. താങ്കൾ ചെയ്തത് ശരിയായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോഴും അതിന് ശരി എന്ന് പറയുന്നില്ലേ? അല്ലല്ലോ, ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്താലല്ലേ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല.
ശരികൾ ചെയ്യുക എന്നത് പിന്നെ ഇവിടെ അപ്പോൾ ഈ ശരികളല്ലല്ലോ, തെറ്റുകൾ ചെയ്തു എന്നതല്ലേ ഇവിടുത്തെ പ്രശ്നം. അതെ, അല്ല, തെറ്റും ശരിയും വ്യക്തിനിഷ്ഠമാണല്ലോ. താങ്കൾക്ക് താങ്കളുടേതായ തെറ്റുകളും താങ്കളുടേതായ ശരികളും. അല്ലല്ല, പൊതുസമൂഹത്തിൻ്റെ തെറ്റായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റായ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ ഒരു ധൈര്യക്കുറവ് എന്തിനാണ്? ധൈര്യക്കുറവല്ല, എൻ്റെ ഭാഷ എങ്ങനെയാണ്? അങ്ങനെയല്ല, താങ്കളുടെ ശരി ഇതാണ് എന്ന് താങ്കൾക്ക് സമൂഹത്തോട് പറയാൻ എന്തുകൊണ്ട് അധീരനാകണം? അല്ല, ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന വാക്കും ഞാൻ ശരിയേ ചെയ്തിട്ടുള്ളൂ എന്ന വാക്കും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെയല്ല, നമ്മളുടെ ശരികൾ സമൂഹം ഡിഫൈൻ ചെയ്ത് തരുന്ന ശരികൾ തന്നെയാകണമെന്നാണ് താങ്കൾ പറയുന്നത്. എന്താണ് അതിൻ്റെ നിർബന്ധം? അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാൻ ശരിയേ ചെയ്തിട്ടുള്ളൂ, ശരിയായ കാര്യങ്ങളേ ചെയ്തിട്ടുള്ളൂ. അത് ആ വാക്ക് അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായും അത് പറയുന്നതിന് എനിക്കൊരു വിഷമമില്ല. അപ്പോൾ കെണികളിൽ വീണുപോയത് താങ്കളെ സംബന്ധിച്ച് താങ്കളുടെ കാഴ്ചപ്പാടിൽ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടല്ല. അല്ല, അങ്ങനെ താങ്കളുടെ ശരി എൻ്റെ കാഴ്ചപ്പാടിലെ തെറ്റല്ല. തെറ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ തെറ്റ്, എൻ്റെ കാഴ്ച സമൂഹം തെറ്റാണ് എന്ന് കരുതുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാണ് ഇപ്പോഴും സമൂഹം തെറ്റും ശരിയും ഡിഫൈൻ അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. അല്ല, നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് എനിക്ക് ശരി എന്ന് തോന്നുന്നതും എനിക്ക് തെറ്റ് എന്ന് തോന്നുന്നതും അല്ലല്ലോ എന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ശരിയായത് മറ്റുള്ളവർക്ക് ശരിയാവണം എന്നില്ലല്ലോ. ഇല്ല, അത് ആ ചോദ്യം താങ്കൾ ചോദിച്ചത് കൊണ്ടാണ് സമൂഹം പൊതുവെ ചില കാര്യങ്ങൾ തെറ്റ് എന്ന് നിർണയിച്ചിട്ടുണ്ട്. അത്തരം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടില്ല. ഞാനാണ് ഫോൺ വിളിച്ചത്, അല്ലെങ്കിൽ എന്നെയാണ് ഫോൺ വിളിച്ചത്, ഇതെൻ്റെ ശബ്ദമാണ്, ഇതെൻ്റെ ശരിയാണ് എന്ന് സമൂഹത്തോട് പറയാൻ എന്താണ് താങ്കൾക്ക് പ്രതിബന്ധമായിട്ടുള്ളത്? എങ്ങനെ? ഞാൻ ചെയ്തത് ശരിയാണ്, ഇതെൻ്റെ ശബ്ദമാണ് എന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് പ്രതിബന്ധമായിട്ടുള്ളത്? അല്ല, ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അവർ ഞാൻ ചെയ്തു എന്ന് പറയുന്നത് ശരിവെക്കലിന് തുല്യമാകും. അല്ല, അവർ ചെയ്തത് എന്നുള്ളതല്ല, അങ്ങനെയല്ല. അപ്പോൾ അല്ല, ശരി എന്നതിനൊരു പ്രശ്നമുണ്ട്. അത് താങ്കൾ ആലോചിക്കാതെ പറയുന്നതാണ്. താങ്കൾ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്നെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ് എന്നല്ലേ അതിന് വ്യാഖ്യാനം വരിക. അങ്ങനെ വ്യാഖ്യാനിക്കാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ, അതങ്ങനെ വരും. അല്ല, ഒന്നും ഒരു വ്യാഖ്യാനത്തിനും വിട്ടുകൊടുക്കാതെ. അതുകൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഒരു വ്യാഖ്യാനത്തിന് വിടാൻ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഒരു വ്യാഖ്യാനത്തിനും വിട്ടുകൊടുക്കാതെ കൃത്യമായി ഇതാണ് ഞാൻ ചെയ്തത്, ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിൽ തെറ്റുണ്ട് എന്ന് പറയുന്നത് ഒരു ധീരതയല്ലേ? ആ ധീരത താങ്കൾ കാണിക്കുന്നുണ്ടോ? അല്ലല്ലോ, ഞാനത് പറഞ്ഞല്ലോ. എനിക്കതെൻ്റെ ആ ഭാഷ എനിക്ക് മനസ്സിലാകത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളോടും ഒരന്യായവും ഒരു തെറ്റും ചെയ്തിട്ടില്ല. സമൂഹം ശരിയാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇക്കാര്യത്തിൽ താങ്കൾ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു ഈ ശബ്ദം പൂർണ്ണമായും എൻ്റേതല്ല എന്ന്. അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ സർക്കാരിനോട്, താങ്കൾ ആ സമയത്ത് സെർവിങ് മിനിസ്റ്ററാണ്, ഇതിൻ്റെ ഫോറൻസിക് പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയല്ലേ വേണ്ടത്? അതൊക്കെ നടക്കുമല്ലോ, അതൊക്കെ നടക്കും. അതിപ്പോൾ ഒരു പോലീസ് കേസ് വന്നതുകൊണ്ട് സ്വാഭാവികമായി നടക്കും. അല്ലല്ല, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ സമയത്തും അതൊക്കെ നടക്കും. അന്ന് പെട്ടെന്ന് തകർന്നു പോയോ? എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നറിയാതെ ഞാൻ രാജിവെച്ചേക്കാം എന്ന് തോന്നുന്ന വിധത്തിൽ പെട്ടെന്ന് മാനസികമായി തകർന്നു പോയോ? അല്ല, തകർന്നുകൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ നിമിഷം ആലോചിച്ചത് ഇതെങ്ങനെ, ഈ ആരോപണം എങ്ങനെ എൻ്റെ പാർട്ടിയെയും എൻ്റെ മുന്നണിയെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഗവൺമെൻറ്റിനെയും ബാധിക്കും എന്നാണ് ആലോചിച്ചത്. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ താങ്കളെ ഈ വിഷയം ഉണ്ടായപ്പോൾ പിന്തുണച്ചത് സമൂഹത്തിലെ യാഥാസ്ഥിതിക വിഭാഗങ്ങളല്ല, പുരോഗമന ചിന്താഗതിക്കാരാണ്. രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് താങ്കൾക്ക് പിന്തുണ കിട്ടിയത്. ഒന്ന്, അങ്ങേയറ്റം അധാർമികമായ, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ മോശമായ മാധ്യമ പ്രവർത്തനം. രണ്ട്, ഒരു മന്ത്രിക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലേ, അയാൾ ഒരു വ്യക്തിയാണ്, മന്ത്രിയായാലും രാഷ്ട്രീയ നേതാവായാലും അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള നിലയിൽ. അപ്പോൾ ആ നിലയ്ക്ക് ഇതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് താങ്കൾ തയ്യാറാകാത്തത്? അതൊക്കെ സന്ദർഭം വരുമ്പോൾ പറയാമല്ലോ. ഇത് തീർന്നില്ലല്ലോ, ഇന്ന് വൈകുന്നേരമൊക്കെ തീരുന്നൊരു കേസല്ലല്ലോ ഇത്. നമുക്ക് ഓരോ ഘട്ടമുണ്ടല്ലോ, ഓരോ ഘട്ടത്തിലും പറയേണ്ടത് ആ ഘട്ടത്തിൽ പറയുന്നതല്ലേ ശരി. ഇക്കാര്യത്തിൽ താങ്കൾക്ക് വലിയ പിന്തുണ കിട്ടി. നമ്മൾ അങ്ങനെ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയെ, വിശേഷിച്ച് ഫേസ്ബുക്കിനെ അധികരിച്ചാണ്. പക്ഷേ ഈ ഫേസ്ബുക്കിന് പുറത്ത് വലിയൊരു യാഥാസ്ഥിതിക സമൂഹമുണ്ട്. അവർക്കിപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ
അങ്ങേയറ്റം സദാചാര നിബദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ഫേസ്ബുക്കാണ് കേരളം, എല്ലാവരും താങ്കളെ പിന്തുണയ്ക്കുകയാണ് എന്ന് കരുതാമോ? അങ്ങനെ കരുതാൻ പാടില്ലല്ലോ. പക്ഷെ പതിവിൽ കവിഞ്ഞ ഒരു പിന്തുണ കിട്ടി. സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രതികരണമല്ല ഉണ്ടായത് എന്ന പ്രത്യേകതയുള്ളൂ. സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത സമീപനം വെച്ച് പുലർത്തുന്നവരുണ്ടല്ലോ. ആ പുലർത്തുന്നവർക്ക് ഇവിടെ മനസ്സിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ കാര്യങ്ങളൊക്കെ വന്ന് തീരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. മന്ത്രിസ്ഥാനത്ത് നിന്ന് താങ്കൾ മാറി പൊതുപ്രവർത്തന രംഗത്ത് ആരോഗ്യമുള്ളിടത്തോളം കാലം തുടരുമോ? എന്താ അത്ര സംശയം? മന്ത്രിസ്ഥാനം ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിയ പൊതുപ്രവർത്തനത്തിൻ്റെ അംഗീകാരമായി ലഭിച്ചിട്ടുള്ളതാണ്. അതൊരു ചെറിയൊരു ഒരവസ്ഥാവിശേഷം മാത്രമാണ്. എ കെ ശശീന്ദ്രൻ എന്നത് ഇത്രയും കാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉൽപ്പന്നമാണ്. മന്ത്രിസഭയുടെ ഒരു ഉൽപ്പന്നമല്ല ഞാൻ പൊതുപ്രവർത്തനത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഇനിയും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ യാതൊരു മടിയുമില്ല. എനിക്കിപ്പോൾ പതർച്ചയൊന്നും തോന്നുന്നില്ല ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. കാരണം അവരെന്നെ മനസ്സിലാക്കുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അവരുമായി സഹകരിച്ചും അവരുമായി ഇടപഴകിയും അവരിൽ ഒരാളായി ജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വളരെ നന്ദി ശ്രീ കെ.